എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള എപ്പോഴും ഒരു കമൻറ്റെങ്കിലും എനിക്ക് വരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ്. ഒരു ഡ്രസ്സിൽ വേറെ ഡ്രസ്സിൻ്റെ കറ വന്നാൽ, അതായത് ഒരു ഡ്രസ്സിൽ വേറെ ഡ്രസ്സിൻ്റെ കളർ പിടിച്ചാൽ എന്താ ചെയ്യാമെന്നാണ് എപ്പോഴും വരുന്ന ഒരു കമൻറ്റാണത്. പക്ഷേ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നാളത് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡ്രസ്സിൽ വേറൊരു ഡ്രസ്സിൻ്റെ കറ പിടിച്ചാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് കേകി കളയണം. അല്ലെങ്കിൽ അത് എത്രത്തോളം അവിടെ ഇരുന്ന് പഴകുന്നോ അപ്പോൾ പിന്നെ അത് തീരെ പോവില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനിലൊക്കെ തുണികൾ അലക്കുമ്പോൾ രണ്ട് കളറുള്ള ഡ്രസ്സ് ഒരുമിച്ചിടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തുണി പിഴിഞ്ഞിട്ട് മറ്റേ ഡ്രസ്സിൻ്റെ മുകളിലോട്ട് വയ്ക്കും, അപ്പോഴും കളറ് പിടിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് തണുത്ത വെള്ളത്തിലോട്ട്, അതായത് ഒരു ബക്കറ്റിൽ പച്ചവെള്ളം എടുത്തിട്ട് അതിലിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വേഗം ഒന്ന് വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് പെട്ടെന്ന് പോകും. നമ്മൾ പിടിച്ചിട്ടുള്ള ആ ഒരു കളറിൻ്റെ അനുസരിച്ചിട്ടാണ് അതിരിക്കുക. അതുപോലെ ഏത് ഡ്രസ്സിലേക്കാണോ ഏത് മെറ്റീരിയലിലേക്കാണോ കളർ പിടിച്ചിട്ടുള്ളത് എന്നുള്ളതും അത് ഡിപ്പെൻഡ് ചെയ്യും. ചില ഡ്രസ്സിൽ പിടിച്ചാലും പെട്ടെന്ന് കഴുകുമ്പോൾ പോവും. അത് ഈ യൂണിഫോമിൻ്റെയൊക്കെ ഒരു പോളിസ്റ്റർ പോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ വേറെ കളർ പിടിച്ചാലും പെട്ടെന്ന് കഴുകിയാൽ പോവും. ചില സമയത്ത് ഈ ബനിയൻ്റെയൊക്കെ പോലത്തെ തുണികളൊക്കെ ആണെങ്കിൽ കളർ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കളറിൻ്റെ ഒക്കെ ക്വാളിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത്. അങ്ങനെ ചിലത് വെള്ളത്തുണിക്ക് ആണെങ്കിൽ നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കോട്ടൻ്റെയൊക്കെ ആണെങ്കിൽ അപ്പോഴും വേറൊന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെ കളർ പോവും. എന്നിട്ട് പോണില്ലെങ്കിൽ ആ ഡ്രസ്സൊന്ന് ഉണങ്ങാനായിട്ട് വിടുക. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കുറച്ച് തിളപ്പിക്കാത്ത പാൽ ആ കറയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് സമയം വയ്ക്കുക, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് പതുക്കെ നമ്മൾ ടൂത്ത് ബ്രഷ് വെച്ച് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചും നമുക്കിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചില രീതിയിലുള്ള ചില കറകളൊക്കെ ആണെങ്കിൽ, ചില കളറൊക്കെ ആണെങ്കിൽ ഇളകി അപ്പം തന്നെ പോവും. ഞാൻ പറഞ്ഞല്ലോ ഏത് രീതിയിലുള്ള കളറാണ് പിടിക്കുന്നതെന്നും പിന്നെ നമ്മൾ ഏത് ഡ്രസ്സിലാണോ അത് പിടിച്ചതെന്നുള്ളതും ആ ഒരു മെറ്റീരിയലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പോകുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ചെയ്തിട്ട് പോണില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ പകുതിയാക്കിയിട്ട് അതും വെച്ച് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കളയാനായിട്ട്, എന്നാലും നമ്മൾ കുറച്ച് നേരം അതിനുവേണ്ടി മെനക്കെടുമ്പോൾ അത് പോവാറുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ ഒരുപാട് സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഷാളീനായിട്ടുള്ളതാണ് ഈ മഞ്ഞ കളറ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു സൈഡിൽ പച്ചപ്പാൽ വെച്ചിട്ട് കഴുകി നോക്കി, അപ്പോൾ കുറച്ചൊക്കെ പോയി. ഇനി ഇതിൻ്റെ വേറെ സൈഡിലുള്ളത് ഞാനിങ്ങനെ പാൽ കൂടാതെ ചെറുനാരങ്ങയും കൂടി തേച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ തേക്കും തോറും നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഇങ്ങനെ കഴുകും തോറും ലൈറ്റായി വരുന്നുണ്ട്. ഇതിങ്ങനെ കുറച്ച് നേരം കൂടി ഉരച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പോവും. പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഡിഷ് വാഷ് എടുക്കുക. എന്നിട്ട് കുറച്ച് വിനാഗിരി എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റും നമുക്ക് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് കഴുകി നോക്കാം. അപ്പോഴും ഇങ്ങനെയുള്ള കറകൾ പോകാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഡിഷ് വാഷും വിനാഗിരിയും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി വെക്കുകയും ചെയ്യാം. അതൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മുക്കി വയ്ക്കാം. ഈ ഒരു റെഡ് ഷർട്ടിലും അതുപോലെ തന്നെ കുറച്ചായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എത്ര ഞാൻ ശ്രമിച്ചിട്ടും ആ ക്യാമറയിൽ കറക്റ്റ് അത് കിട്ടുന്നില്ല. അത് അത്രയ്ക്ക് അങ്ങ് ഡാർക്കല്ല, പിന്നെ അത് ഡാർക്ക് ഷെയ്ഡും അതുകൊണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ തേക്കുന്നുണ്ട്. അതിൽ പുതിയ ഷർട്ടാണ്, പക്ഷേ എന്തോ അറിയില്ല അത് എങ്ങനെ പിടിച്ചു എന്ന്. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ തന്നെ ചെയ്യാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് നമുക്ക് ഡിഷ് വാഷ് വെച്ചിട്ട് തന്നെ കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴുകി കൊടുക്കുക. ടൂത്ത് ബ്രഷൊക്കെ വെച്ച് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലും പോകുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഹാർപ്പിക്കും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് അത് തേച്ച് കൊടുക്കാം. ഹാർപ്പിക്ക് പുതിയ ബോട്ടിൽ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മളൊരു ചെറിയ കുപ്പിയിൽ വേറെ മാറ്റി വെച്ചാൽ മതി, ബാത്റൂമിലേക്ക് എടുക്കണേക്കാളും മുമ്പായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ ആവശ്യങ്ങൾക്കൊക്കെ അത് യൂസ് ചെയ്യാം. അത് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തുണിക്ക് കുഴപ്പമൊന്നും വരില്ല കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ലല്ലോ, വല്ലപ്പോഴും അങ്ങനെ കറ പിടിക്കുമ്പോൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഞാനിങ്ങനെ വെള്ളവും കൂടി മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് തന്നെ ഇട്ടിട്ടും ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോഴും കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചിലരൊക്കെ അങ്ങനെ പറയും ചിലപ്പോൾ അത് തുണിക്ക് ദോഷമാണെന്നൊക്കെ. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ അതൊരു ദോഷമായിട്ട് വരുള്ളൂ. ഒരിക്കലൊന്നും ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എപ്പോഴും കളറൊന്നും പിടിക്കില്ലല്ലോ, വല്ലപ്പോഴല്ലേ കളറൊക്കെ പിടിക്കുക.
മറ്റുള്ള മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഫെയിലാകുമ്പോൾ നിങ്ങൾ ഹാർപ്പിക്ക് വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഡ്രസ്സിൽ കറ പിടിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ മാറ്റി വയ്ക്കുന്നതിനേക്കാളും നല്ലതല്ലേ അതിൻ്റെ കറ നമ്മൾ കളയാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനത്തെ കേസിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഹാർപ്പിക്ക് വെച്ചുകൊണ്ട് എനിക്കങ്ങനെ പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഹാർപ്പിക്കിൻ്റെ ഇപ്പോൾ ഒരു റെഡ് കളർ ബോട്ടിൽ വരുന്നുണ്ട്. അവർ ഫ്ലോർ ക്ലീനിങ്ങിന് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഇറക്കുന്നതാണ്. അത് നമുക്ക് വൈറ്റ് ഡ്രസ്സിലൊക്കെ കറ പിടിക്കുമ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് തുണിക്ക് ദോഷമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ലൈസോൾ വെച്ചിട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും കറ പറ്റുമ്പോൾ കറയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഒന്നും ഒരു പ്രശ്നമില്ല. നന്നായിട്ട് റിൻസ് ചെയ്ത് വെള്ളത്തിൽ നന്നായി കഴുകി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ റെഡ് ഷർട്ടിൽ ഹാർപ്പിക്ക് തേക്കുന്നത്. ഇത് പുതിയ ഷർട്ടാണ്, അതിനൊരു മങ്ങലും വരുന്നില്ല ഹാർപ്പിക്ക് തേക്കുമ്പോൾ. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടാണ്, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കളറ് ഫെയ്ഡ് ആവാത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ കളറൊക്കെ ഇളകുന്ന ടൈപ്പ് ഡ്രസ്സില്ലേ, നമുക്ക് അറിയാലോ നമ്മുടെ ഡ്രസ്സ് ഒരു പ്രാവശ്യം കഴുകുമ്പോൾ അത് കളർ ഇളകുന്നതാണെങ്കിൽ ഇങ്ങനെ ഹാർപ്പിക്ക് തേക്കേണ്ട കേട്ടോ. അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു കോർണറിൽ തേച്ചൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മതി. എൻ്റെ ഈ റെഡ് കളർ ഷർട്ട് നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാവാം എന്തായാലും അതിൻ്റെ കളർ ഇളകുന്നില്ല, ഹാർപ്പിക്ക് തേച്ചിട്ടും കളർ ഇളകുന്നില്ല. ഇപ്പോൾ ഈ 2 ഡ്രസ്സിലും നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്ന വേറെ ഡ്രസ്സിൻ്റെ കളറ് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 90% പോയിട്ടുണ്ട്. ഇനി ഞാനിത് നല്ല വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ചില സമയത്ത് ചില ഡ്രസ്സുകളൊക്കെ ഇല്ലേ, പോളിസ്റ്റർ പോലത്തെ ഡ്രസ്സുകൾ, അതുപോലെ കോട്ടൻ്റെ മുണ്ടുകൾ, ഇതൊക്കെ നമ്മൾ കളർ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 5-6 ദിവസം ഒരാഴ്ച വരെയൊക്കെ വെള്ളത്തിൽ വെറുതെ മുക്കി വയ്ക്കുക. കളർ ഇളകാത്ത ഡ്രസ്സായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് തനിയെ അലിഞ്ഞ് ആ കറ പിടിച്ചത് പോയിട്ടുണ്ടാവും. കറ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഡ്രസ്സിൻ്റെ കറയാണ്, ആ ഒരു കളറാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ട്രിക്കാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കളർ പിടിച്ചതൊക്കെ ഫുള്ള് പോയി നല്ല നീറ്റായി വന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ കളറ് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിലിട്ട് വയ്ക്കുകയെങ്കിലും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ ടൈമില്ലെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ടൈം കിട്ടുമ്പോൾ പിറ്റേ ദിവസമൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ കറ അവിടെ പെർമനൻ്റ് ആയിട്ട് ആ കളർ അവിടെ നിൽക്കും. പിന്നെ എന്തൊക്കെ ചെയ്താലും ഒരു ഡ്രസ്സിൻ്റെ കളർ പിടിച്ചത് പോവില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉണക്കിയെടുക്കുന്ന സമയത്ത് വെയിലത്തിട്ട് തന്നെ ഉണക്കിയെടുക്കുക. നല്ല വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോൾ അതിൽ വല്ല ഷെയ്ഡും ബാക്കി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പാല് തേക്കുമ്പോൾ എപ്പോഴും ഉണങ്ങിയിട്ടുള്ള തുണിയിൽ തന്നെ തേക്കണം. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കമൻറ്റിലൂടെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ, കുറേ സ്റ്റെപ്പ് ഓരോരോ കാര്യങ്ങളായിട്ട് ഏതാണ് നിങ്ങൾക്ക് ഫലം കിട്ടുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.